ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബിജെപിയെ പ്രതിസന്ധിയിലാക്കി സഖ്യകക്ഷികളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. യുപിയിൽ അപ്നാദൾ എൻഡിഎ വിട്ട് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ മോദിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് വെല്ലുവിളിച്ചതിന് പിന്നാലെ ബിജെപിയുടെ മറ്റൊരു സഖ്യകക്ഷിയായ സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയും എൻഡിഎ വിടാൻ ഒരുങ്ങുകയാണ്. സീറ്റ് വിഭജനത്തിൽ വിലപേശൽ ലക്ഷ്യം വെച്ചാണ് എസ്ബിഎസ്പിയുടെ നീക്കം. നേരത്തെ ബിജെപിയോടുള്ള അതൃപ്തി വ്യക്തമാക്കി സഖ്യകക്ഷിയായ അപ്നാദൾ യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നിരുന്നു. ഇതിനു പിന്നാലെ ബിജെപിയുമായുള്ള അസ്വാരസ്യതയെ തുടർന്ന് വാരണാസിയിൽ നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ നിന്നും എസ്ബിഎസ്പി വിട്ടുനിന്നിരുന്നു. അതേസമയം ചടങ്ങിലേക്ക് പാർട്ടിയുടെ അധ്യക്ഷനും പിന്നാക്ക വികസന മന്ത്രിയുമായ ഓംപ്രകാശ് രാജബഹാറിനെ ക്ഷണിച്ചില്ലെന്ന ആരോപണവുമുണ്ട്. 4 MLA-മാരാണ് എസ്ബിഎസ്പിക്ക് സംസ്ഥാനത്തുള്ളത്. ബീഹാറിൽ നേരത്തെ സീറ്റ് വിഭജനത്തെ ചൊല്ലി തെറ്റിയ LJP നേതാവ് രാംവിലാസ് പസ്വാനുമായുള്ള പ്രശ്നങ്ങൾ ബിജെപി നേതൃത്വം പറഞ്ഞു തീർത്ത് ലോക്സഭയിലും രാജ്യസഭയിലും 2 സീറ്റുകൾ വീതം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബിജെപിയുടെ സഖ്യകക്ഷികൾ വെല്ലുവിളി ഉയർത്തി രംഗത്തെത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാനുള്ള പാർട്ടിയുടെ തന്ത്രമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്.